കോതമംഗലത്ത് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ നിന്നും മൂർഖൻ പാമ്പിനെ കണ്ടെത്തി. വെള്ളം കോരാൻ വന്ന വീട്ടുടമയാണ് പാമ്പിനെ ആദ്യം കണ്ടത്. വനം വകുപ്പിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് പാമ്പ് പിടുത്ത വിദഗ്ധൻ മാർട്ടിൻ മൈക്കമാലി സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി. രക്ഷാപ്രവർത്തനത്തിനിടെ പല പ്രാവശ്യം പാമ്പ് വഴുതിമാറിയെങ്കിലും ഒടുവിൽ പാമ്പിനെ മാർട്ടിൻ കൈപ്പിടിയിൽ ഒതുക്കുകയായിരുന്നു. വീട്ടുടമ വനം വകുപ്പിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് പാമ്പ് പിടുത്ത വിദഗ്ധൻ മാർട്ടിൻ മൈക്കമാലി എത്തി അതിസാഹസികമായാണ് രക്ഷപ്പെടുത്തിയത്. പിടികൂടിയ പാമ്പിനെ പിന്നീട് കോതമംഗലം ഫോറസ്റ്റ് ഓഫീസിൽ ഏൽപ്പിച്ചു. ചൂട് കൂടിയതിനാൽ വീടിന് സമീപത്ത് പാമ്പുകളെത്താൻ സാധ്യത കൂടുതലാണെന്നും ജാഗ്രത പാലിക്കണമെന്നും മാർട്ടിൻ പറഞ്ഞു. ഇതിന്നിപ്പോ രണ്ടാമത്തെ പാമ്പാണ്. ഇനി ഇത് കഴിഞ്ഞാൽ അടുത്ത് മൂന്നാമത്തെ പാമ്പ് പിടിക്കാൻ പോകണം. ഇന്നിപ്പോ ഞാൻ പറയാനുള്ളത്, ചൂട് കൂടുമ്പോൾ വീടും പരിസരവും കിണർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം പാമ്പുകൾ വന്നു ചേരാനുള്ള സാധ്യതകൾ ഏറ്റവും കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ജാഗ്രത പാലിക്കുക, വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. സന്ധ്യസമയമാകുമ്പോൾ ജനലുകളും വാതിലുകളും അടച്ചിടാൻ ശ്രദ്ധിക്കുക. കാരണം മനുഷ്യന് പോലും ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത അത്രമാത്രം ചൂടാണ്. അതുകൊണ്ട് പാമ്പ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന തണുപ്പാണ്. തണുപ്പ് തേടി വീടുകളിൽ പാമ്പ് വരാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന് ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. അന്ന് അവൾ എന്നെ നോക്കി ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചു. ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി. എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം.